ഹലോ ട്രേഡേഴ്സ്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 51,103 ആണ്. സോ അതൊരു 54 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ്. ഇത് ഗ്യാപ്പ് അപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ബെയറിഷ് ക്യാൻഡലാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്നലത്തെ ക്ലോസിംഗ് ഉണ്ട്, അവിടുന്ന് സപ്പോർട്ട് എടുക്കാനൊരു സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. എന്തെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം ഇപ്പോൾ 9:23. 51,300 പുട്ട് ഓപ്ഷനിൽ ഞാൻ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ലോജിക് എന്ന് വെച്ചാൽ ഒരു രാവിലെ തൊട്ടൊരു ബുള്ളിഷ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് മാർക്കറ്റ്. അത് കഴിഞ്ഞൊരു അറ്റ്ലീസ്റ്റ് സെല്ലേഴ്സ് ഒരു എഫേർട്ടെങ്കിലും എടുക്കും ഒന്ന് താഴോട്ട് കൊണ്ടുവരാൻ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു നല്ല ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ ഒരു സ്വിങ് ഹയർ അടുത്തൊരു ട്രേഡ് പ്ലേസ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ ഒരു മൂവ്മെന്റ് കാണുന്നില്ല, ഒരു ഫോളോ ത്രൂ കിട്ടുന്നില്ല. ഒരു സപ്പോർട്ട് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ട് വരെയെങ്കിലും വരേണ്ടിയാണ് മാർക്കറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കൂടെ കൺസോളിഡേറ്റ് പിന്നായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഇതേതായാലും നോക്കാം, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. തൽക്കാലം ഒരു 5,000 7,000 ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തു. കൺവിക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തത്. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ കാണാവുന്നതാണ് 8,550 ആണ് നമ്മുടെ ലോസ് ആദ്യത്തെ ട്രേഡിൽ. ഓക്കെ, ഇപ്പോൾ സമയം 10:17 ആയിട്ടുണ്ട്. 51,400 പുട്ട് ഓപ്ഷനിൽ ഞാൻ പിന്നെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ലോജിക്ക് അത് തന്നെയാണ്, ഡേ ലോ വരെയെങ്കിലും നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടണം. സോ അതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയി. എന്നാലും പ്രതീക്ഷിച്ച മൂവ്മെൻറ്റ് കാണുന്നില്ല. ഓക്കെ, ഞാൻ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. 21,402 ആണ് നമ്മുടെ P&L. ഈ ട്രേഡിൽ നമുക്ക് ലോസ് സംഭവിച്ചത് 12,851 ആണ്. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. ഇപ്പോൾ 10:42 ആയിരിക്കുന്നു ടൈം. ഇപ്പോൾ 51,400 സെയിം സ്ട്രൈക്ക് പ്രൈസ് ആണ്. അവിടെ ഞാൻ വേറൊരു ട്രേഡ് കൂടെ പ്ലേസ് ചെയ്യുകയാണ്, സ്വിങ് ഹൈയുടെ തൊട്ട് മേളിലായിട്ട്. സോ താഴോട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലോസ് കവർ ആകാനുള്ള സാധ്യതയുണ്ട്. നോക്കാം എങ്ങനെ പോകുന്നു. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. സെയിം സ്ട്രൈക്ക് പ്രൈസ് ആയതുകൊണ്ടാണ്, എക്സിക്യൂട്ട് ആയതുകൊണ്ടാണ് ലോസ് കാണിക്കുന്നത്. സ്പോട്ടിൽ മൂവ് ആകുന്നുണ്ട്, പക്ഷെ ഓപ്ഷനിൽ അത്രയും മൂവ്മെന്റ് കിട്ടുന്നില്ല. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം മാർക്കറ്റ് പിന്നെയും ഒരു അപ്സൈഡിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മളുടെ P&L നിൽക്കുന്നത് 35,824 ലോസിലാണ്. അപ്പോൾ നോക്കാം വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, സമയം ഇപ്പം 11:45 ആയിരിക്കുകയാണ്. സോ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ 25,200 പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിഫ്റ്റി കാണാൻ കഴിയുന്നത്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡേ ലോ വരെ
വരാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് നോക്കാം. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് റിജക്ഷനാണ് കാണാൻ കഴിയുന്നത്. എല്ലാം കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഫൈവ് മിനിറ്റ് ചാർട്ടിൽ കാണാൻ കഴിയും 25,070 ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഗ്രീൻ ക്യാനിൽ കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രേഡ് ലോസിലേക്ക് പോകും. സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ട്രേഡിൽ നിൽക്കാനും പറ്റില്ല. സോ വലിയ ലോസിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് എക്സിറ്റ് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും ബുദ്ധി, കാരണം ഈ ട്രേഡിൽ ഒരു കൺവിക്ഷൻ കിട്ടുന്നില്ല. $5,000-4,000 ലോസിലാണ് ട്രേഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രേഡ് ഇപ്പം പ്രോഫിറ്റിലാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഡബിൾ ടോപ്പ് കാണാൻ കഴിയും ഓപ്ഷൻ ചാർട്ടിൽ. സോ അതൊരു നല്ല ഒരു ലക്ഷണമല്ല. സോ കിട്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സെല്ലിങ് ഈസ് ഓൾവേസ് ഫാസ്റ്റ്. അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടേണ്ടതാണ്, പക്ഷെ അത് കിട്ടുന്നില്ല. അപ്പം ബയേഴ്സ് സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷാണ്. ഞാനിവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ട്രേഡിൽ നമുക്കൊരു ₹1,000 1,168 പ്രോഫിറ്റ് കിട്ടി. എന്തായാലും നോക്കാം, വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പം സമയം 12:50 ആയിരിക്കുകയാണ്. സോ അതേ നിഫ്റ്റിയിൽ തന്നെ 25,300 പുട്ട് ഓപ്ഷനിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ 25,000 കോൾ ഓപ്ഷനിലും ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം മാർക്കറ്റ് ബുള്ളിഷാണ്. ചിലപ്പോൾ ഇനിയൊരു റൗണ്ട് ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡേ ഹൈ ആകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒന്നീ താഴോട്ട് വരും, അല്ലെങ്കിൽ സൈഡ് വേസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് പുട്ട് സൈഡിൽ ഒരു ട്രേഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നോക്കാം ഏത് സൈഡാണ് എക്സിക്യൂട്ട് ആകുന്നത്, അതിനനുസരിച്ച് നമുക്ക് നീങ്ങാം. ഓക്കെ, നമ്മുടെ പുട്ട് സൈഡിലെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ATH, അതായത് പ്രീവിയസ് ATH വരെയെങ്കിലും വരേണ്ടിയാണ്. 25,129 അതൊരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരേണ്ടിയാണ്. നോക്കാം. തൽക്കാലം പ്രോഫിറ്റിലാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് ക്യാനിൽ നമുക്ക് ഓപ്ഷൻ ചാർട്ടിൽ കാണാൻ കഴിയും. നല്ലൊരു ഫോളോ അപ്പ് ക്യാനിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ചിലപ്പോൾ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ അഗെയിൻസ്റ്റ് ദ ട്രെൻഡാണ് നമ്മൾ ഈ പുട്ട് സൈഡിൽ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നത്
കുറച്ച് റിസ്ക്കാണ്. ഇത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് തന്നിട്ട് പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹോൾഡ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. സോ ഞാനിവിടെ എന്തായാലും എക്സിറ്റ് ചെയ്തു. സോ 400 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ്. സോ ഇവിടെ ഒരു കോൾ ട്രേഡ് എടുത്താൽ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ സമയം ഇപ്പം 1:50 ആയിട്ടുണ്ട്. സോ പിന്നെയും ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. 51,400 പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ 3 ട്രേഡും ഇതേ സ്ട്രൈക്ക് പ്രൈസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡേ ലോ വരെയെങ്കിലും വരണം. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സപ്പോർട്ടിൽ നിന്ന് റിജക്ഷനാണ് കാണാൻ കഴിയുന്നത്. സ്പോട്ടിൽ കാണാൻ കഴിയും, റിജക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. സോ സപ്പോർട്ട് ഏരിയ ആണ്. രാവിലത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ, ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയാലും അറിയാം, അവിടെ നിന്നാണ് റിജക്ഷൻ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മേജർ സപ്പോർട്ട് സോണാണത്. എന്തായാലും നോക്കാം. സോ 27,000 ആയിരുന്നു ഈ സ്ട്രൈക്ക് പ്രൈസിൽ നമ്മൾ ട്രേഡ് എടുത്തപ്പം ലോസ് സംഭവിച്ചത്. സോ അതിപ്പോൾ എന്തായാലും കുറഞ്ഞൊരു 10,000 12,000 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ട്രേഡ് നല്ലൊരു ട്രേഡാണ്. അറൗണ്ട് 5,000 ലോസിലേക്ക് നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു സ്ട്രൈക്ക് പ്രൈസിലെ ട്രേഡ്. 12,181 ആണ് നമ്മുടെ ലോസ് ഇപ്പം, ഓവറോൾ ലോസ് കാണാൻ കഴിയുന്നത്. സമയം 2:39 ആയിട്ടുണ്ട്. സോ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് കൂടി പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. 25,200 പുട്ട് ഓപ്ഷനിൽ. സോ സെയിം ലോജിക്കാണ്, ഡേ ലോ വരെയെങ്കിലും വരേണ്ടതാണ്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ടായി. ഓക്കെ, ഞാനിവിടെ ബുക്ക് ചെയ്തു. സോ ഇപ്പം നമ്മുടെ P&L 10,853 പ്രോഫിറ്റിൽ വന്നു. അപ്പോൾ നമ്മളിന്ന് കുറേ ട്രേഡ് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലോസ് ചെയ്യാം. ലോസിൽ നിന്നാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിയത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.